ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ കല്യാണ വീട്ടിലൊക്കെ ഉള്ള അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലും ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റാണ്. ഇതിന് നമ്മൾ ഉള്ളി വാട്ടുക, തക്കാളി വാട്ടുക, അങ്ങനത്തെ ആ ഒരു സമയമൊന്നും നമുക്ക് ഇതിന് കളയേണ്ട ആവശ്യമില്ല. എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെ ഈ ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചിക്കന് 1 കിലോ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. വെളുത്തുള്ളിയുടെ നേരെ പകുതി ഇഞ്ചി എടുത്താൽ മതി. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ട് പച്ചമുളക് എടുക്കുക. ഞാനൊരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 3 മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കുക. അതൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയിലയും പുതിനയിലയാണ്. മല്ലിയില കുറച്ചധികം എടുക്കുക, പുതിനയില ഒരു പകുതിയൊക്കെ മതി. പിന്നെ ഇത് നമ്മൾ കുരുമുളകും വലിയ ജീരകം കൂടെ പൊടിച്ചെടുത്തതാണ്. രണ്ടും കൂടെ ഒരു 2 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് ഒക്കെ എടുക്കുക. ഇത് വലിയൊരു സവാള നന്നായിട്ട് കനം കുറഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ അരിഞ്ഞെടുത്തതാണ്. അതും കൂടി അവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പച്ചമുളകും വെളുത്തുള്ളി, ഇഞ്ചിയും കൂടി ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഞാനതൊന്ന് ചതച്ച് കൊണ്ടുവന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം എടുക്കുക. നമ്മൾ ബിരിയാണി വെക്കുന്ന നല്ല കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കുക. ഉള്ളി, തക്കാളിയും, പിന്നെ നമ്മുടെ മല്ലിയില, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ വലിയ ജീരകം, കുരുമുളക് പൊടിയൊക്കെ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചിട്ട് പൊടിച്ചെടുത്തതാണ്. അതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബിരിയാണി മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നാരങ്ങ നീര് അതിൻ്റെ കുരുവൊക്കെ മാറ്റി കളഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ആദ്യം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നല്ലോണം അതൊന്ന് നല്ലോണം ഞരണ്ടി എടുക്കണം. ഈ ഉള്ളിയൊക്കെ അതിൻ്റെ നീരും ഈ തക്കാളിയുടെ നീരൊക്കെ നല്ലോണം ഒന്ന് ജ്യൂസായി കിട്ടുന്നവരെ നല്ലോണം ഒന്ന് ഞരണ്ടി എടുക്കണം. അപ്പോൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം മതി. അധികമായിട്ട് ഓവറായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കരുത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഞരടി എടുക്കുക. ആവശ്യത്തിന് ഉപ്പും ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചിക്കൻ ഇട്ടിട്ട് ജസ്റ്റ് ഒന്നും കൂടി കുഴച്ചെടുക്കുക. ചിക്കന് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തൈരൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ പുളിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് തൈരും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനതൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിയൊന്നും വാട്ടേണ്ട ആവശ്യമില്ല. അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് ഞരടി കൊടുത്തിട്ട് അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുക. പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 2-3 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതവിടെ ആവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതിനായിട്ട് ഓയിലിലേക്ക് ഞാനൊരു 2-3 ടേബിൾ സ്പൂണോളം നല്ല നെയ്യും കൂടി ചേർത്തിട്ടാണ് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഉള്ളിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കോരി മാറ്റി വെക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ കോരി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ കോരി മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. അതൊന്ന് ചൂടാറാനായിട്ട് ഇതുപോലെ തന്നെ നിരത്തി വെച്ച് കൊടുക്കുക. എന്നാൽ കട്ട കെട്ടാതെ നമുക്ക് ഇത് റെഡിയായി കിട്ടും. ഇനി അതേ ഓയിലിലേക്ക് തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് അതും കോരി മാറ്റി വെക്കുക. അപ്പോൾ ഈ കാഷ്യൂനട്ടും മുന്തിരിയും കൂടെ നമ്മളൊന്ന് കോരി മാറ്റി വെച്ചിട്ടുണ്ട്.
ഇനി നമ്മുടെ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് വെച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്തിട്ട് അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഓയിൽ നെയ്യും ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ചിക്കൻ്റെ മസാലയിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ചൂടാറിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ മസാലയൊക്കെ പുരട്ടി അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിതെല്ലാം കൂടി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ആദ്യം നല്ലോണം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ തിള വന്നാൽ പിന്നീട് നമുക്ക് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള റൈസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു കപ്പിന് 4 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കിലോന് അരിയുണ്ട്. കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് 4 കപ്പിലേക്ക് നമ്മൾ 1 കപ്പിന് 1.5 കപ്പ് അളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഏലക്കായ, പട്ട, ഗ്രാമ്പു ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ഒരു പേസ്റ്റ് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. പിന്നെ ഡാൽഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2-3 ടേബിൾ സ്പൂണോളം നല്ല നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ ആണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കണം, എന്നാലാണ് ചോറിലേക്ക് കറക്റ്റ് ഉപ്പുണ്ടാവുള്ളൂ. വെള്ളം നല്ലോണം വെട്ടി തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കഴുകി വെള്ളം വരാനായിട്ട് ഊറ്റി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതും നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. എന്നിട്ട് ഇതേ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഏറ്റവും കുറഞ്ഞ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അടിച്ചു വെച്ചിട്ട് ചോറ് റെഡിയാക്കിയെടുക്കുക. അപ്പോൾ നമ്മളെ റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ചിക്കനിൽ നിന്ന് എണ്ണയും ഒക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ റൈസ് ആദ്യം റെഡിയാക്കി വെക്കുകയാണെങ്കിൽ അങ്ങനെ റെഡിയാക്കി വെക്കുക. എന്നിട്ട് ചിക്കനെ വേവിച്ചെടുത്താലും മതി. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു റൈസ് ഇതിന് മേലേക്ക് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു പകുതി റൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിയും അണ്ടിയും മുന്തിരിയും പിന്നെ മല്ലിയിലൊക്കെ ഉണ്ടല്ലോ അതൊന്ന് ഇതിന് മേലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്രയാണോ റൈസ് അതിനനുസരിച്ചിട്ട് ലെയറായിട്ട് നിങ്ങൾ ഉള്ളിയും അതുപോലെ തന്നെ ഈ റൈസ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ദമ്മാക്കി എടുക്കുക. അതിനുശേഷം നല്ല നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കുക. 6 kg ആണെങ്കിലോ അതല്ലെങ്കിൽ നല്ല മിൽമ നെയ്യ് ആണെങ്കിൽ അതായാലും മതി. ഏതാണെങ്കിലും ഒരു 2-3 ടേബിൾ സ്പൂണോളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് വേറെ എണ്ണയൊന്നും യൂസ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ദമ്മാക്കിയിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം 15-20 മിനിറ്റ് ഒന്ന് ദമ്മാക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 15 അതല്ലെങ്കിൽ അരമണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കല്യാണ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിലുള്ള ഒരു അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. എന്നാൽ നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. ഉള്ളിയോ തക്കാളിയോ ഒന്നും വാട്ടി സമയം കളയേണ്ട ആവശ്യമില്ല. എന്നാൽ അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ ഒരു തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഞാനിവിടെ മസാല ഒരു പകുതി റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിന് ഒരു ഭാഗത്തേക്കായിട്ട് മസാല ചേർത്ത് കൊടുക്കുകയാണ്. ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ താഴെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്